ഇപ്പോൾ നമുക്കൊപ്പം സംവിധായകൻ ശ്രീ ബ്ലസ്സി ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ബ്ലസ്സി. ശ്രീ ബ്ലസ്സി, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ ബ്ലസ്സി, അങ്ങേക്ക് കേൾക്കാമോ? ഗുഡ് മോർണിംഗ്. കേൾക്കാം. ഗുഡ് മോർണിംഗ് ബ്ലസ്സി, ഞങ്ങളിപ്പോൾ കോഴിക്കോട് ഞങ്ങളുടെ ബ്യൂറോ ചീഫ് VS രഞ്ജിത്ത് ചന്ദ്രികാ പത്രത്തിൽ അങ്ങയുടെ അഭിമുഖം കണ്ടിട്ടൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യായിരുന്നു. നമ്മളും ഈ ED പേടിയിലാണ് കലാകാരന്മാർ ജീവിക്കുന്നത്, ഈ തുറന്ന് പ്രതികരിക്കാൻ ഭയമാണ്, അങ്ങനൊരു അവസ്ഥയുണ്ടോ ശ്രീ ബ്ലസ്സി? നമ്മുടെ നിലവിലുള്ള പല സാഹചര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അത്തരത്തിൽ നമുക്ക് തോന്നിപ്പോകും. ബിക്കോസ് ഇപ്പോൾ ആടുജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ്. കാരണം എന്തുകൊണ്ട് പ്രതികരിക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ഒരു അവാർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് അവാർഡ് കിട്ടാത്തതിനോട് പ്രതികരിക്കുന്നത് മാന്യതയൊന്നുമല്ല, കാരണം ജൂറിയുടെ തീരുമാനമാണ്. പക്ഷെ അതിന്റെ അടിസ്ഥാനപരമായ രാഷ്ട്രീയം എന്താണെന്നത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്. അപ്പൊ അത് എന്തുകൊണ്ട് തുറന്നു കാട്ടുവാനായിട്ട് മീഡിയക്ക് കഴിയുന്നില്ല, എനിക്ക് കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ഒരു നിഴല് പോലെയുള്ള ഒരു ഭയമുണ്ടല്ലോ, ആ ഭയമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കലാകാരന്മാർക്ക് സ്വതന്ത്രമായി രാഷ്ട്രീയ അഭിപ്രായം പറയാനോ രാഷ്ട്രീയമായിട്ടുള്ള തിരക്കഥ എഴുതാനോ അത് ആവിഷ്കരിക്കാനോ ഉള്ളൊരു സാഹചര്യം നന്നായി കുറയുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. നമ്മളൊരു പേരിടുമ്പം പോലും നമ്മൾ ചരിത്രം പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഠിക്കേണ്ടി വരും. ഇതുമായി ആരെങ്കിലും ഹെർട്ട് ചെയ്യുന്നതാണോ, അത് ആരുടെയെങ്കിലും പേരാണോ എന്നൊക്കെ നോക്കേണ്ടി. നമ്മൾ പലപ്പോഴും എഴുതാറുണ്ട്, ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ സംബന്ധിച്ചിട്ടുള്ള അല്ല ഈ കഥയെന്ന് എഴുതാറുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് മറ്റെന്തും കൂടെ അതിൻ്റെ കൂടെ ചേർക്കേണ്ടി വരും. ഇപ്പം ഈ ആടുജീവിതത്തിൻ്റെ ഒരു ക്രാഫ്റ്റും മേക്കിങ്ങിനും അങ്ങെടുത്ത എഫേർട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അത് ഈ പുരസ്കാരത്തിൽ അത് ജൂറി തീരുമാനിക്കട്ടെ. പക്ഷേ എന്നാൽ പോലും ഒരു കലാമൂല്യവും ഇല്ലാത്ത ചില സിനിമകൾ, വിത്തിൻ ഇൻവേർട്ടഡ് കോമയാണ്, ഇപ്പോൾ കേരള സ്റ്റോറിയൊക്കെ പോലെയുള്ള സിനിമകൾ പുരസ്കാരവും വാങ്ങി പോകുന്നത് കാണുമ്പോൾ പറയാതിരിക്കാനും ആവുന്നില്ല അല്ലേ ബ്ലസ്സി? തീർച്ചയായിട്ടും അങ്ങനെ. അതിപ്പം താങ്കളിപ്പോൾ പറഞ്ഞ വളരെ സന്തോഷം. കാരണം അതിൻ്റെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ജീവിതകാലത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ജീവിതകാലത്തിൽ ഒരു കലാകാരൻ അനുഭവിക്കാവുന്നതിൻ്റെ അത്രയധികം പ്രയാസങ്ങളിലൂടെ കടന്നു പോയതാണ് എല്ലാ തരത്തിലും. അപ്പം അതൊക്കെ വളരെ മോശമാണെന്നുള്ളവരോട് മറ്റെന്തിനേയും പ്രകീർത്തിക്കാനായിട്ട് മോശമാണെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയൊരു ഡിപ്രഷൻ ഉണ്ടല്ലോ. കാരണം ഇത് എങ്ങനെയാണ് തെളിയിക്കുന്നത്, നല്ലത് എങ്ങനെയാണ് നമ്മൾ അറിയിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അത് അറിയുന്ന കുറച്ച് പേരല്ലേ കാണത്തുള്ളൂ. ഇപ്പൊ കേരളത്തിലുള്ളവർക്ക് അറിയാമായിരിക്കും, മറ്റൊരു നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഈ സിനിമയെ കുറിച്ച് കേൾക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു പ്രസക്തിയില്ലല്ലോ. ഓക്കെ, താങ്ക് യു ബ്ലസ്സി. എനിക്കൊന്ന് തിരക്കിലാണെന്ന് തോന്നുന്നു. ഇത് വാർത്ത വന്നത് കണ്ടുകൊണ്ട് ഞാനൊന്ന് വിളിച്ചതാണ്. താങ്ക് യു ബ്ലസ്സി. ബ്ലസ്സിയാണ് നമുക്കൊപ്പം ചേർന്നത്. ബ്ലസ്സി പറയുന്നത് പോലെ ഒരു ഉൾഭയം നമ്മളെ നിഴലുപോടെ വല്ലാതെ പിന്തുടരുന്നില്ലേ എന്നുള്ളതാണ്. കേന്ദ്രത്തിലെ ആരെങ്കിലുമായിട്ട് വിമർശിച്ചു കഴിഞ്ഞാൽ, കേന്ദ്രത്തിലെ ഏതെങ്കിലും സർക്കാരിൻ്റെ രീതിയോട് വിമർശിച്ചു കഴിഞ്ഞാൽ ED വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കലാകാരന്മാർ ഭയക്കുന്നു. ED വന്നില്ലെങ്കിൽ പോലും സെൻസർ ബോർഡ് വിടൂല്ലല്ലോ, അതല്ലേ പ്രശ്നം. അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിലെ സെൻസർ ബോർഡിന് ഏതെങ്കിലും ഭാഗങ്ങൾ കട്ട് ചെയ്യണം നിർദ്ദേശിക്കാനുള്ള അവകാശമുണ്ടോ? അതൊന്നുമില്ല. അതൊക്കെ ബോംബെയിലെ ഫിലിം സെൻസർ ബോർഡാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ പടർന്നു കൂടുകയാണ്. ഒരു ഉൾഭയം ഇങ്ങനെ വരും, പിന്നീട് ഇതൊരു രീതിയാവും, പിന്നീട് ഇതൊരു കീഴ്വഴക്കമാവും. പ്രതികരിക്കാൻ നമ്മൾ മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഭയം ഒരു രാജ്യമായി, ഒരു ആഭരണമായി തീരുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ബ്ലസ്സി പറയാൻ ശ്രമിച്ചത്.